ദുരുപദിഷ്ടവും അബദ്ധജടിലവും അവാസ്തവികവും രാഷ്ട്രീയ പ്രേരിതവുമാണ് ഈ ആരോപണം. ഞാനത് ശക്തിയായിട്ട് നിഷേധിക്കുന്നു. ഈ വിവാദത്തെ ചൊല്ലി സഭയിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. ഒരു പത്രമാകുമ്പോൾ മാനേജ്മെന്റിന് പല സ്റ്റാൻഡും കാണും. അതൊന്നും അന്വേഷിക്കാതെ എഡിറ്റർ സ്ഥലത്തില്ലാത്തപ്പോൾ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയ മാറ്റർ എടുത്ത് കൊടുത്തത് എന്തിനാ? അദ്ദേഹം വന്നിട്ട് കാണിച്ച് അനുവാദം ചോദിച്ചിട്ട് പോരായിരുന്നോ? സോറി മാഡം, മൂർത്തി സാർ ഓക്കെ ചെയ്ത മാറ്റർ ആയതുകൊണ്ടാ. കുറഞ്ഞ പക്ഷെ നിങ്ങൾക്ക് എന്നെ എന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ? തമ്പുരാട്ടി, പത്രം തറവാട്ട് വക സ്വത്തായിരിക്കും. പക്ഷെ ആ പേരിലുള്ള ഭരണം മേനോൻ വീട്ടിലുള്ളപ്പോ അങ്ങോട്ടെടുത്താ മതി, ഇവിടെ വിളമ്പണ്ട. കൃഷ്ണമൂർത്തി കേരള ഭൂമിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണെങ്കിൽ ഞാൻ ഓക്കെ ചെയ്യുന്ന മാറ്റർ അത് എത്ര കോൺട്രവേഴ്സിയൽ ആയാലും പത്രത്തിൽ വന്നിരിക്കും. ഞാൻ അവരെ പറഞ്ഞ് സോപ്പിട്ട് സമാധാനിപ്പിച്ചോളാമായിരുന്നു. സോപ്പിടൽ കൂടുതലാവുമ്പോഴാണ് നിലവിട്ട് ഭരിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്. നിങ്ങളെന്താ ഈ സ്കൂപ്പിൽ അനന്തുവിന്റെ പേര് കൊടുക്കാഞ്ഞത്? ട്രെയിനി ആയതുകൊണ്ട്, പിന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മാറ്റർ അല്ലേ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് കൊടുക്കാൻ ഭേദമെന്ന് തോന്നി. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഞാനാണ്, പക്ഷെ ഞാനല്ല ഈ സ്കൂപ്പ് കണ്ടെത്തിയത്. ഇതിനു വേണ്ടി രാപകൽ ഓടി അലഞ്ഞ് ഡാറ്റയും മെറ്റീരിയലും കളക്ട് ചെയ്തത് ഇയാളാണ്. അതിന്റെ ക്രെഡിറ്റ് ഇയാൾക്ക് കൊടുക്കുകയും വേണം. അർഹിക്കുന്ന ക്രെഡിറ്റ് കിട്ടാതെ പോകുമ്പോ, അതും ബഡിംഗ് സ്റ്റേജിലുള്ള ഒരു ജേർണലിസ്റ്റിന്, അത് അയാളെ എത്രയാ തളർത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. ആ നൊമ്പരം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അത് സാരമില്ല സാർ, നമ്മുടെ സ്റ്റോറി ശ്രദ്ധിക്കപ്പെട്ടുവല്ലോ. സോറി സാർ. സോറി അനന്തു. അനന്തുവിന്റെ വീടല്ലേ ഇത്? അതെ. ആരാ? സാറോ? വരൂ താത്ത, ഞാൻ சொல்லியா എന്നോட സീനിയർ ഗുരു. ஓ, கிருஷ்ணமூர்த்தி சாரோ? அனந்து உங்களை பத்தி நிறைய சொல்லியிருக்கான். അത് സാറോட പൊണ്ണ് മീനു. ஆஹா, உள்ள வாங்கோ. വരൂ. கிருஷ்ணமூர்த்தி சார் அனந்தோட குரு. இது சாரோடைய பொண்ணாக்கும் மீனு. மீனுக்கு டான்ஸ் படிக்கணும்னு ரொம்ப நாளா ஆசை. நான் சொல்லலையா? ரொம்ப நாளா வருவான்னு சொல்லிட்டு இருந்தான். வாங்க சார், உட்காரலாம். கஸ்தூரி, காஃபி. சரி, வாமா உள்ள வா. அம்மா, எனக்கு நினைவு தெரிஞ்ச நாள்ல இருந்து நீயும் டான்ஸ் கத்து கொடுக்கற. 2-3 வருஷமா நானும். ஒரு நாளைக்காவது அண்ணன் ஊரு பொண்ணையாவது இங்க டான்ஸ் கிளாஸ் கூட்டிட்டு வந்திருக்காரா? இல்ல. அதுக்கு என்ன இப்போ? அதுக்கு என்னவா, இன்னைக்கு அதிசயமா ஒரு பொண்ணு கொண்டு வந்திருக்காரு. அதுவும் அவரோட சீனியரோட பொண்ணு. நீ என்ன சொல்ற? அண்ணா, நீ செஞ்ச தப்புன்னு இல்ல, கரெக்டா தான் பண்ணிருக்க. எனக்கு கல்யாணத்துக்கு நாள் குறிச்சாச்சு. அம்மானால தனியா கிளாஸ் நடத்த முடியாது. உதவிக்கு ஆள் தேவை. கரெக்டான ஆளை தேடி பிடிச்சது. பாத்தியா? பேசாம ரெடி. அண்ணா, உன் செலக்ஷன் டாப். எனக்கு ரொம்ப பிடிச்சிருக்கு. நமஸ்காரம் பண்ணிக்கோ. உஷா, நீ கிளாஸ் எடு, நான் இதோ வரேன். என்னடா பாக்குற? இல்லம்மா, நான் பேனா எங்க வச்சு மறந்து எங்க போச்சு? பேனா மெத்தைக்கு கீழே. அல்ல, நான் அங்க. அனந்து, எங்கடா பார்த்து நடக்கிற? இல்ல தாத்தா, ஒண்ணும் ஆகல. புரிஞ்சது. நனைஞ்சு. நீ ஆபீஸ் கிளம்பு. சரிடா, நீ கிளம்பு. ஹலோ, கேரள பூமி நியூஸ் ரூம். ஆருக்கு?
മൂർത്തി സാറിനോ? എങ്ങനെ? എപ്പോൾ? ആ ശരി ശരി. മൂർത്തി സാറിന് ആക്സിഡന്റ് ആയിരുന്നു. ജോസ് ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു ടെമ്പോ വാൻ വന്നിടിച്ചാണത്രേ. ഇത്ര രാവിലെ ആവുമ്പോ അതാകാൻ വഴിയില്ല. ആ ചിലപ്പോ ടെമ്പോ ഡ്രൈവർ അടിച്ച് ഫിറ്റായാലും മതിയല്ലോ. ചിലക്കേണ്ട തിരുവാവ് നടക്കി വെക്കി കുറച്ചു നേരം. ടെമ്പോക്കാരൻ നിർത്താതെ ഓടിച്ചു പോയിന്ന്. എന്നിട്ട് സാറിന് കൈക്കും കാലിലും നെറ്റിയിലും നല്ല മുറിവുണ്ട്. പക്ഷെ പേടിക്കാനില്ലത്രേ. ഒടിവ് വല്ലതുണ്ടോ? എന്നാലും നല്ല കിണ്ണൻ ഇടിയായിരുന്നിരിക്കും. മൂക്കറ്റം കുടിച്ച് പിമ്പിരിയായി ഫുൾ ടാങ്കില് MG റോഡല്ല, ബോംബെയിലെ നരിമാൻ പോയിന്റും ഡൽഹിയിലെ കൊണാട്ട് സർക്കസും കൽക്കട്ടയിലെ എസ്പ്ലനേഡും 100 വട്ടം പുല്ലുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ടെമ്പോവൻ പോയിട്ട് ഒരു സൈക്കിൾ പോലും എന്റെ മേൽ മുട്ടിയിട്ടില്ല. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന് കരുതിയാ മതി. അതെ, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് കരുതി സമാധാനിക്കും മൂർത്തി സാറേ. എവിടെ നമ്മുടെ തരകനെ കണ്ടില്ലല്ലോ. വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് പോരെയായിരുന്നു. ഡെസ്കിൽ ആരെങ്കിലും വേണ്ടേ? അയ്യോ, ഡെസ്കിൽ തരകൻ മാത്രമായാല് നാളത്തെ പത്രം മുഴുവൻ ചരമവാർത്തകളായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും തിരിച്ചല്ലേ. അധികം സ്ട്രെയിൻ ചെയ്യണ്ട. നെറ്റിയിലെ മുറിവ് ഡീപ്പാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അനന്തു പ്രസ് ക്ലബിലേക്കല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കോളേജിലെ അറ്റൻഡർ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇവളൊരു കഴുത. അങ്ങനെ സ്ഥലം കാലിയാക്കാൻ മൂർത്തി ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ എത്തിക്കേണ്ടവന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അച്ഛനെല്ലാം തമാശയാണ്. മീനു വിഷമിക്കണ്ട. ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിരുന്നു. പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. മീനു ഇവിടെ ഒറ്റയ്ക്കല്ലേ? പകല് വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് ഉഷ ഇങ്ങോട്ട് അയക്കാം. നോ, ഇവിടെ മീനു തന്നെ അധികമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. താങ്ക്സ്. എക്സ്ക്യൂസ് മീ. ഹലോ മാഡം, എപ്പോ വന്നു? ഓ, നിങ്ങളോ? ഞാൻ പെട്ടെന്നൊരു പേഴ്സണൽ വിസിറ്റിന് വന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക്. എത്ര ദിവസം ഉണ്ടാവും? തീരുമാനിച്ചിട്ടില്ല. മേ ബി 1 day. ഞാൻ ബന്ധപ്പെടാം മിസ്റ്റർ അനന്തുനെ. അല്ല, ഞാനൊന്ന് കാണാനായിട്ട് അങ്ങോട്ട്. അനന്തു, ഹൈക്കമ്മീഷൻ വന്നു, മീറ്റിംഗ് തുടങ്ങാറായി. I stand here before you, assigned with the pleasant and privileged responsibility of welcoming Dr. Rafael D. Saraf, the Australian High Commissioner to India, and respected Mrs. Helena Saraf. Dr. Saraf has had a meritorious and illustrious career and has made immense contributions in developing and increasing diplomatic and cultural ties with many other countries in the world. It is indeed in the fittest of things that Australia has selected Dr. Rafael Saraf as the High Commissioner to India because ഹലോ. ഹലോ, ഐ എം ഗായത്രി. the cultural, യെസ് മാഡം. എനിക്ക് അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണം. ഞാനിവിടെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറുടെ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നതാ. അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ? നോ, പോരാ. ഐ മസ്റ്റ് മീറ്റ് യു അർജന്റ്ലി. പ്ലീസ്, എനിക്ക് വല്ലാത്ത തിടുക്കുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഹൈക്കമ്മീഷണറുടെ പ്രസംഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് എടുക്കില്ല. 10 മിനിറ്റ്? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വിട്ട് കിട്ടാൻ എടുക്കും അത്രയും നേരം. പിന്നെ ആശംസക്കാർ 4 പേര് വേറെ. 1.25 മണിക്കൂർ കഴിഞ്ഞ് സാഹിബിന് നാമനക്കാൻ ചാൻസ് കിട്ടും. ഞാൻ ഉടനെ വരാം. ശരി. all the commercial ventures of your country.